ഹലോ, ഗുഡ് മോർണിംഗ്, നോ ഗുഡ് ആഫ്റ്റർനൂൺ. ഡേ 13, ഡേ 13. പിന്നെന്താ പറയാ, ഡ്യൂട്ടിക്ക് പോവാൻ സമയമായി. സമയം 2 മണിക്ക് ഇനി അരമണിക്കൂർ, 1.5 നാളെ പെരുന്നാള്. നമ്മളത് ജോലിക്ക് പോവാണ്. നിങ്ങൾക്കൊക്കെ പെരുന്നാൾ അടിച്ചു പൊളിക്കാം. നമ്മളൊക്കെ പണിയാണ്. നല്ല തിരക്കായിരിക്കും ഷോപ്പിൽ. സോ ഭയങ്കര പണിയാണ്. അങ്ങനെ ഇനി ചോറ് വെച്ചിട്ടൊരു പോക്ക്. പിന്നെ ഇറങ്ങാൻ എപ്പോഴാന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. കസ്റ്റമർ എപ്പോൾ മൊത്തമായിട്ട് പോകുന്നു അപ്പോൾ ഷോപ്പ് ക്ലോസ് ആവും. പിന്നെ പോയിട്ട് വരാം. ഷോപ്പിലേക്ക് നമ്മൾ പോയോണ്ടിരിക്കുന്ന കേട്ടോ. പെരുന്നാളായിട്ട് ഭയങ്കര രസം കേട്ടോ. റോഡിലൊക്കെ ആൾക്കാരുണ്ട്. കാര്യം 3 ദിവസമാണ് പെരുന്നാൾ. 3 ദിവസമാണ് പെരുന്നാൾ ലീവ് എടുക്കുക. ഡ്യൂട്ടിക്ക് പോയോണ്ടിരിക്കട്ടെ. പെരുന്നാളായിട്ട് റോഡിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. കാര്യം ഓഫാണ്. ഗവൺമെൻറ് ഓഫ് കിട്ടുന്നുണ്ട് കുറേ ആൾക്കാർക്ക്. കുറേ കമ്പനീസിനൊക്കെ 3 ദിവസമൊക്കെ ഓഫ്. ഇന്ന്, നാളെ, മറ്റന്നാൾ, ഞായറാഴ്ച വരെ ഓഫായിരിക്കും. പിന്നെ തിങ്കളാഴ്ച മുതൽ ഡ്യൂട്ടിക്ക് കയറിയാണ്. അങ്ങനെ കുറേ പേർക്ക് ഓഫ് കിട്ടും. പക്ഷേ ഈ ഹൈപ്പർ മാർക്കറ്റ് ഫീൽഡിലുള്ളവർക്കൊന്നും ഓഫ് കിട്ടില്ല. പെൻഡിങ് ഓഫ് ആയിരിക്കും. വേറെ ദിവസങ്ങൾ കിട്ടും. കാരണം അവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റാഫ് വേണ്ടേ. അതുകൊണ്ട് നമ്മൾ ഓഫൊക്കെ നമ്മൾ പണിയെടുക്കുക. ഡ്യൂട്ടി അച്ഛേ നമ്മൾ ഷോപ്പിലുള്ള സ്റ്റാഫ്സാണ്. ബാങ്കോക്കിലേക്ക് ഒരു ട്രിപ്പിൻ്റെ ഒരു ഇത് കണ്ടസ്റ്റ് ഇത് നടക്കുന്നുട്ടാ. 50 വിന്നേഴ്സിനാണ് കൊണ്ടുപോവാ. G-Pass-ൻ്റെ ആണ് അത്. പർച്ചേസ് ചെയ്യുമ്പോഴൊരു കൂപ്പൺ തോന്നുന്നു. അതൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ബാങ്കോക്കിൽ പോയിട്ട് വരാം. ബ്രേക്കിന് ഇറങ്ങിയിട്ടാ. അന്ന് നേരത്തെ ഇറങ്ങി. 5:30 ടൈമിൽ ബ്രേക്കിന് ഇറങ്ങി. കാരണം ഇന്ന് 7 മണിക്ക് ശേഷം നല്ല കച്ചവടമായിരിക്കും, നല്ല തിരക്കായിരിക്കും. ഇത് നമ്മൾ സുഹൃത്താട്ടാ, ഷാനിഫ് ഫ്രം വയനാട് മാനന്തവാടി. മേപ്പാടി. ഓൻ ഫുഡ് വെയറിലെ സ്റ്റാഫാണ്. ഇന്ന് എൻ്റെ ഡ്യൂട്ടി എന്ന് വരുമ്പോൾ പ്രൊമോട്ടിംഗ് ആണ് ഫുഡ് വെയറിൽ. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൊന്നും അത്ര സെയിൽ ഉണ്ടായിരിക്കില്ല. ഫുഡ് വെയറും ഗാർമെൻറ്റ്സൊക്കെ എനിക്ക് നല്ല സെയിൽ. അപ്പോൾ അടിയിലാണ് അവർ പ്രൊമോഷന് വെച്ചിട്ടുണ്ട്. മാക്സിമം സെയിൽ ചെയ്യണം. ഷവർമ കഴിക്കാൻ നമ്മൾ ഇങ്ങോട്ട് എത്തി. നിങ്ങളുടെ കടയുടെ പേരെന്താ? ഈറ്റ് ആൻഡ് ഗ്രിൽ. ഈറ്റ് ആൻഡ് ഗ്രില്ലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ഷവർമ കിട്ടൂട്ടാ. വെച്ചിട്ടുള്ളൂ തോന്നുന്നു. ഞാൻ സ്പൈസി പറഞ്ഞില്ല, നോർമൽ പറഞ്ഞപ്പോൾ സ്പൈസി പറഞ്ഞു. ഇവിടെ നല്ല ഗ്രില്ല് കിട്ടുമെന്ന് കേട്ട്. സത്യ ഞാൻ കഴിച്ചിരുന്നു. ഒരു വട്ടം കഴിച്ചിരുന്നു. ഗ്രില്ലൊക്കെ കിട്ടൂട്ടോ. എല്ലാവരും കൊണ്ട് പോരെ. ഇതാണ് ഇവിടുത്തെ ഓണറാട്ടാ. ഷവർമ എത്തിയിട്ടാണ്. മെല്ലെ കഴിച്ചാൽ മതി, പണിയെടുക്കേണ്ടിയാണ്. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞതാ തിരിച്ച് റൂമിലേക്ക് കേട്ടാ. സമയം എത്രയെന്നറിയോ? എത്ര? 3:33 ഇനി നാളത്തെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ വൈകിട്ട് 4 മണിക്കാണ്. നാളെ സ്ട്രേറ്റ് ഡ്യൂട്ടി ആയിരിക്കും മോർണിംഗ് വരുന്നവർക്ക്. പക്ഷേ ഈ ടൈമിൽ പോയിട്ട് മോർണിംഗ് 8 മണിക്ക് വന്നിട്ട് 4 മണിക്ക് തീരും. പക്ഷേ അത് കുറച്ച് മുഷ്കിലാണ്. ഉറക്കമൊക്കെ തൂങ്ങി സെക്ഷനിൽ പണിയെടുക്കേണ്ടി വരും. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമിലെത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പിന്നെന്താ പറയുക, അത്യാവശ്യത്തിന് കസ്റ്റമർ ഉണ്ടായിരുന്നു. നമ്മളെ സെക്ഷനല്ല, മേലത്തെ സെക്ഷനിൽ ഡ്രസ്സും ചെരുപ്പൊക്കെ ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ നിന്നാണ്. പെരുന്നാള്. അപ്പം നാളെ പള്ളി പോവാ. ഇവിടുത്തെ നിസ്കാരം എപ്പോഴാണ്? 5:45 പറഞ്ഞ്. 5:45 ഒന്നും ഉറങ്ങൊന്നുമില്ല കേട്ടാ. പള്ളിയൊക്കെ പോയി തിരിച്ച് വന്ന് ഫുഡ് കഴിച്ച് ഒരൊറ്റ ഉറക്കും. പുറത്ത് പോവാണെങ്കിൽ പോവും. എവിടെ പോകാനാണ്? 4 മണിക്ക് തിരിച്ച് വരണ്ടേ. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. പിന്നെ അതുപോലെ നാട്ടിൽ ശനിയാഴ്ച പെരുന്നാൾ. ഇവിടെ എന്താണ് എന്താ പറയുക, ശനിയാഴ്ച ലീവ് ഉണ്ടാവില്ല. അത് വീക്കെൻഡ് അല്ലേ. തിങ്കളാഴ്ച മുതലായിരിക്കും ലീവ് സ്റ്റാർട്ട് ആവുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. നാളെ ഈദിൻ്റെ കുറേ വീഡിയോസ് കാണാം കേട്ടോ.